വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും മൈൻക്രാഫ്റ്റ് എന്താണെന്ന്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സർവൈവൽ ഗെയിമാണ്. നമ്മൾ സ്പോണായി അത് പലതരം മോഡുണ്ട്. ക്രിയേറ്റീവ് ഉണ്ട്, സർവൈവൽ ഉണ്ട്. പിന്നെ ഈ 1.21 അപ്ഡേറ്റിൽ പുതിയ ഇത് പുതിയല്ല, ഹജാവയിൽ ഇതുണ്ട് ഹാർഡ് കോർ. ഒരു തവണ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റീസ്പോണായി വരത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു റിസ്കി രീതിയിലാണ് നമ്മൾ ഈ ഗെയിം സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിൻ്റെ പല എപ്പിസോഡ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. നമ്മളപ്പം മരമൊക്കെ മുറിക്കുകയാണ്. ഞാൻ സ്കിന്നൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ എഫിയുടെ സ്കിന്നാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പുതിയൊരു സ്കിൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഈ സീരീസിന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സീരീസിനെ കണ്ടിന്യൂ ചെയ്യാം. നമുക്കിപ്പം ഇത് നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചോടെ കേവ് ഉണ്ടോ എന്ന് നോക്കാൻ വന്നേ. കേവ് ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ കണ്ടുപിടിക്കണ്ടേ. ഇപ്പം ഞാൻ പ്രത്യേക സീഡൊന്നും ഇട്ടല്ല കളിക്കുന്നത്. ഇത് സാധാ ഒരു റാൻഡം സീഡാണ്. ഞാൻ ഇതുവരെ ഈ സീഡ് കണ്ടിട്ടില്ല, സീഡ് കളിച്ചിട്ടുമില്ല. റാൻഡം സീഡായതുകൊണ്ട് റെൻഡർ ട്രാക്ക് ഞാൻ ഓണാക്കിയിട്ടാണ് കളിക്കുന്നത്. ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഷെയ്ഡേഴ്സ് എല്ലാം ഒരു രീതി വരും. അപ്പം ഞാൻ ബേറ്റയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മേളിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇത്ര നമ്മൾ 20 സ്റ്റോൺ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് സ്റ്റോൺ വെച്ച് സോഡ്, ആക്സ്, പിക്കാക്സ്, സ്റ്റോണും ആക്സ് പിക്കാക്സും എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോക്കറ്റ് എഡിഷനാണ് കളിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജാവ കളിക്കാൻ പറ്റും. ഒരു PC ഒക്കെ മേടിച്ച് ഇത് ജാവ എഡിഷൻ കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വെച്ച് ഇത് കറക്റ്റ് ഒരു ബെഡ് റോക്ക് എഡിഷൻ മാതിരിയായിരിക്കും നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്ന. ഞാനിത് പോക്കറ്റിലല്ല കളിക്കുന്നത്, ക്ലാസിക്. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടൊക്കെ താഴെ ഇരിക്കുന്നത്. ഭയങ്കര ബേറ്റ് കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും ഇത് എങ്ങനെയാ പരിപാടിയെന്ന്. മൈൻക്രാഫ്റ്റ് പൈസ കൊടുത്തും കളിക്കാം, പിന്നെ ഫ്രീ ട്രയലുണ്ട്. ഞാനിപ്പം പൈസ കൊടുത്താണ് കളിക്കുന്നത്. ഇപ്പം പൈസ കൊടുക്കാതെ ഗൂഗിളിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ അങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതേവരെ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇത് അറിയണമെങ്കിലേ നമുക്ക് നോക്കാം. കുറേ സ്റ്റോൺ കളക്ട് ചെയ്യണം. നമ്മളുടെ ഈ എപ്പിസോഡിലെ ഗോളെന്ന് പറഞ്ഞാൽ ഒരു കേവ് കണ്ടുപിടിക്കണം, ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഷിപ്പിനെ കിട്ടുക. അല്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് വീടുണ്ടാക്കണം. ഷെൽട്ടർ വലിയ പാടില്ല, കാരണം ഒരു കേവ് തുറന്നായാലും തന്നെ നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ ചെറിയൊരു ഷെൽട്ടർ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദ ലൈക്ക് ബട്ടൺ. വി ആർ സോ ക്ലോസ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. ഇനി 20 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 100 ആവാൻ. 19 സബ്സ്ക്രൈബേഴ്സ് 18 സബ്സ്ക്രൈബ് കൂടെ മതി നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ചാനൽ പിന്നെയും തുടങ്ങിക്കൊണ്ട് പോകാം. ഞാൻ കുറേ നാൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ കുറേ നാളിന് മുമ്പാണ് ഒരു വീഡിയോ ഇട്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്.
ഹലോ ഗൈസ്, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാൻ പോയതാണ്. കളി തുടങ്ങാൻ വാ. രാത്രി ആയിക്കഴിഞ്ഞാൽ അറിയാം ഇതിൽ സോംബിയൊക്കെ വരും. ഫസ്റ്റ് ടൈം അല്ലേ ഈ സാധനം കളിക്കുന്നത്. ഞാൻ കുറേ തവണ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഷെയ്ഡേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഷെയ്ഡേഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബേസിക്കകത്ത് അങ്ങനെ ഷെയ്ഡേഴ്സ് ഒന്നുമില്ല. നമ്മൾ ഈ ആഡ് ഓണൊക്കെ വെച്ചാണ് ഷെയ്ഡേഴ്സ് ബേസിക്കകത്ത് ഡൗൺലോഡ് ചെയ്യുന്നത്. നല്ല രസമാണ് ബേസിക്കകത്ത് ഷെയ്ഡേഴ്സ് കളിക്കാൻ പറ്റുവാണെങ്കിൽ. ഭയങ്കര എൻ്റെ ഒരു ആഗ്രഹം വെച്ച് മൈൻക്രാഫ്റ്റ് ഇപ്പം ആർട്ടിഎക്സും വിഷ്വൽ വൈബ്രൻറ്റ് വിഷ്വൽസൊക്കെ ബെഡ് റോക്കിലും ജാവയ്ക്കകത്ത് ആർട്ടിഎക്സ് അവർക്ക് നല്ല സിൽഡർ ഷെയ്ഡറൊക്കെ ആണ്. നല്ലൊരു പി സി ആണെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. ബട്ട് ഇതേവരെ മൊബൈലിന് അങ്ങനത്തെ പ്രത്യേക ഷെയ്ഡർ ഇതേവരെ മൈൻക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റിലെങ്കിലും മൈൻക്രാഫ്റ്റ് ഒരു പുതിയ ഷെയ്ഡർ ഇടാൻ പറ്റും. മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റിൽ ഒരു ഷെയ്ഡർ അങ്ങനെ പാക്കൊന്നും വേണ്ട. പാർട്ടിക്സ് ഒക്കെ ഇല്ലേ, അല്ല വിഷ്വൽ വൈബ്രൻ്റ് ഒക്കെ ഇല്ലേ, അത് തന്നെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി. അതൊക്കെ മതി. ഞങ്ങൾക്കൊന്ന് നല്ലതായിട്ടൊരു വീഡിയോ ഇടാം. നിങ്ങളെപ്പോലത്തെ യൂട്യൂബേഴ്സിനെ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കുക. പക്ഷേ നന്നായിട്ട് പഠിക്കണം. ഞാനും പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് ആസിഫ് എന്നാണ്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ, ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ 2 കൗസിനെയും കൊന്നെന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള വൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഉണ്ട്. ഫസ്റ്റ് നൈറ്റ് ആയില്ല, ഇതേറെ ഇപ്പം ആകും ആകുമ്പോഴത്തേക്ക് ഒരേ ഒരു മഴ ഇരിക്കുന്നില്ലേ. അതിൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഒരേ ഒരു മഴ കാണുന്നുള്ളൂ. അവിടെ കുറേ മഴ ഉണ്ട്. ഇപ്പം ഞാൻ കണ്ട് സൺസെറ്റ് ആകുമെന്ന്. സോംബീസ് വരും, പണിയാവും. നമുക്കൊരു ബെഡ് ഉണ്ടാക്കി ഷെൽട്ടർ ഉണ്ടാക്കണം. ഈ വീഡിയോയിൽ തന്നെ കേട്ടോ ഞാൻ ഷെൽട്ടർ ഉണ്ടാക്കുന്നത്. ഈ നൈറ്റ് ഷെൽട്ടറും ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റും ആയിരിക്കും. നമുക്കൊരു ബെഡ് ഉണ്ടാക്കി വെച്ചേക്കാം. ചെറിയൊരു പേടി എങ്ങാനേ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാവും, വെള്ളിയാവും. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്നൊരു ഞാൻ എല്ലാ മൈൻക്രാഫ്റ്റ് സീരീസിൽ ഒരു ചാലഞ്ച് വരുന്നതായിരിക്കും. അത് നിങ്ങൾ കമൻറ്റ് പറയണേ. ഇന്നത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ആനിമയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ നിങ്ങളുടെ ഫേവറേറ്റ് ആനിമി ഏതാണെന്ന് പറയണം. അതിൽ എൻ്റെ ഫേവറേറ്റ് ആനിമി ഏതാണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അങ്ങനെ അത് മാത്രമല്ല, ഞാൻ എങ്ങനത്തെ വീഡിയോ വെക്കണം അതും കൂടെ നിങ്ങൾ ആ ആനിമയുടെ കൂടെ ഒന്ന് ടാഗ് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇടാലോ. അപ്പം നമ്മളുടെ ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആക്കാൻ നോക്കുന്നുണ്ട്, മാക്സിമം നോക്കുന്നുണ്ട്. പെട്ടെന്ന് രാത്രിയാവുന്നു. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഡോർ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഒരു 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 പ്രത്യേക പണി ഉണ്ടാക്കാം. അല്ല, പ്രത്യേകമൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ കാര്യം എൻ്റെ സംസാരം അത്രയും ക്ലിയർ ആവണോ ഇല്ല. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ച്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി എക്ക് കാണും. അതുകൊണ്ട് നിങ്ങൾ ഇത് കുഴപ്പമില്ലാതെ വിചാരിക്കണേ കേട്ടോ.
അപ്പം ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റും. ഒരു ആദ്യം ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കി ടോർച്ച് ഉണ്ടാക്കണം. ഫോണിൻ്റെ ചാർജ് തീരാറായി. അതാണ് ഇങ്ങനെ നടന്ന് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാക്കാം. ചാർക്കോൾ ടോർച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്.